യൂഷ്വലി പ്രഗ്നൻസിയിൽ വരുന്ന കുറേ ചേഞ്ചസ് നമ്മുടെ പെരിനിയൽ മസിൽസിനെയും ലാക്സ് ആക്കും. പിന്നെ വെജൈനൽ ഡെലിവറിയുടെ സമയത്ത്, കൂടുതലും വെജൈനൽ ഡെലിവറിയുടെ സമയത്ത് ഇപ്പം നമ്മൾ പ്രഗ്നൻസിയിൽ നമ്മുടെ മസിൽസ്, അബ്ഡോമിനൽ മസിൽസ് ഭയങ്കര ലാക്സ് ആവുമല്ലോ, അതുപോലത്തെ ഒരു ഇഫക്റ്റ് ഇപ്പം വെജൈനൽ ഡെലിവറിയുടെ സമയത്തും വെജൈനൽ മസിൽസ് സ്ട്രെച്ച്ഡ് ആവുമ്പോൾ അത് കാരണം മസിൽസ് ലാക്സ് ആവുന്നതുകൊണ്ട് വരുന്നതാണ് വെജൈനൽ ലാക്സിറ്റി. അതുപോലെ അങ്ങനെ തന്നെ വരുന്ന ഒരു സംഭവമാണ് ഈ യൂറിനറി ലീക്കേജ്, സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയും. അതായത് നമ്മളിപ്പോൾ ചിരിക്കുക, ചുമയ്ക്കുക, അതായത് അബ്ഡോമിനൽ പ്രഷർ കൂടുന്ന സമയത്ത് യൂറിൻ ലീക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രൈമറി മെത്തേഡായിട്ട് പോസ്റ്റ്പാർട്ടം ഒരു ഇമ്മീഡിയറ്റ് പീരിയഡ് 6 വീക്സ് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ റെഗുലർ പെരിനിയൽ പെൽവിക് ഫ്ലോർ ട്രെയിനിങ് എക്സസൈസുകൾ, അതുപോലെ കീഗിൾസ് എക്സസൈസ് അതൊക്കെ ട്രൈ ചെയ്യാം. അപ്പോൾ മിക്ക ആൾക്കാർക്കും അത് ഒരു കീഗിൾസ് എക്സസൈസ് ചെയ്താൽ തന്നെ ഒരു വിത്തിൻ 3 to 6 months അത് ഇമ്പ്രൂവ് ചെയ്ത് കാണാറുണ്ട്. കീഗിൾസ് വെജൈനൽ മസിൽസിനെ ഒന്ന് ടോൺ ചെയ്യാനും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അത് ഇമ്പ്രൂവ് ചെയ്യാത്ത ആൾക്കാർക്ക് അതിനെ നമുക്ക് വേറെ ഇപ്പോഴത്തെ ന്യൂവർ കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ ട്രീറ്റ്മെന്റ് ഉണ്ട്. ലേസർ ട്രീറ്റ്മെന്റ്, അങ്ങനത്തെ ഈ ഹൈഫു എന്നൊക്കെ പറഞ്ഞ അൾട്രാസോണിക് വേവ്സ്, ലേസർ വേവ്സ് അതൊക്കെ വെച്ചിട്ട് നമുക്കതിനെ ടൈറ്റൻ ചെയ്യാനൊക്കെ പറ്റും. അതും ഇംപ്രൂവ് ചെയ്യാത്ത ആൾക്കാർക്ക് അതിന്റെ സർജിക്കൽ ആസ്പെക്ട്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു നോൺ സർജിക്കൽ ഇത് ചെയ്തിട്ടും കറക്റ്റഡ് ആവാത്ത ആൾക്കാർക്ക് അതിന് സർജിക്കൽ ഓപ്ഷൻസ് ഉണ്ട്.